ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹുമി ലിമആനിഹി വമാ ഉരീദ ബിഹി. അള്ളാഹുവിന്റെ സംസാരമായ അവന്റെ ഖുർആൻ അത് പാരായണം ചെയ്യുക, അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ഉറ്റാലോചിച്ച് അത് മനസ്സിലാക്കി അള്ളാഹു എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്നറിയാൻ ശ്രമിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. ഒരാൾ പഠിക്കാനും വിശദീകരണം അറിയാനും വേണ്ടി ഒരു പുസ്തകം വായിക്കുമ്പോൾ എങ്ങനെയാണ് അയാൾ വായിക്കുക? വെറുതെ വായിച്ചു വേണോ? എന്താണ് ഈ എഴുതിയ ആൾ ഉദ്ദേശിച്ചത് എന്നറിയാൻ ഒരാൾ ഒരു പുസ്തകം എങ്ങനെ വായിക്കും? വെറുതെ ഇങ്ങനെ ഓതിപ്പോവോ? അതിന്റെ ഹർഫുകൾ മാത്രം, അക്ഷരങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ഇല്ല. അള്ളാഹുവിന്റെ കലാം അത് വെറുതെ ഓതിയാൽ തന്നെ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒരൊറ്റ ഹർഫ് ഓതിയാൽ, ഒരൊറ്റ അക്ഷരം ഓതിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ അക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല, മറിച്ച് അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ! നമ്മളിപ്പോ ഇത്രയും ഈ ആയുസ് വരെ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ ഒന്നെടുത്ത് മുന്നിൽ വെച്ചാൽ എത്ര ഉണ്ടാവും? ചിലപ്പോൾ ഈ കെട്ടിടത്തോളം വരും. അതെടുത്ത് തട്ടി വെച്ചാൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അതൊന്ന് ഒരു തല മുതൽ അടുത്ത തല വരെ ഒരിക്കൽ പോലും ഒന്ന് ഓതി തീർക്കുക പോലും ചെയ്യാത്ത എത്ര ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ. സുബ്ഹാനല്ലാഹ്, നമ്മളിങ്ങനെ ആയാൽ മതിയോ? പോലെ നമുക്ക് പഠിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ അത് ഓതണം. അതിലെ ചെറിയ ചെറിയ സൂറത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ടാകണം. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ്, നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാം ഒരാൾ ഇങ്ങനെ ഈ രൂപത്തിൽ പാരായണം ചെയ്താൽ അത് അള്ളാഹുവിനോട് അവന് സ്നേഹമുണ്ടാവുകയാണ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു എത്ര വലിയ നസീഹത്താണ്, എത്ര വലിയ ഗുണകാംക്ഷയിലാണ് നമ്മോട് അതിലൂടെ സംസാരിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തോളൂ. എത്ര മഹത്തായ ഉപദേശമാണ്, എത്ര മഹത്തായ ഉപദേശമാണ്! ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും അള്ളാഹു നമ്മോട് തെറ്റുകൾ തിരുത്തുകയുണ്ടായി, അവനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി, അവനിഷ്ടമുള്ള മാർഗങ്ങൾ ഏത് അത് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ നമ്മെ ഇരുട്ടിൽ വിട്ടില്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു പറഞ്ഞു, ഇതാ കിതാബുൻ അൻസൽനാഹു, നാം അവതരിപ്പിച്ച ഈ കിതാബ്, ഓ നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച ഈ കിതാബ് മുബാറകുൻ, ബറക്കത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അവരതിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ. അള്ളാഹുവിന്റെ കലാം അത് നാം പഠിക്കണം സഹോദരങ്ങളെ, അത് നാം മനസ്സിലാക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ, അവിടുത്തെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അവരാണ് ഏറ്റവും നന്നായി അത് മനസ്സിലാക്കിയിട്ടുള്ളത്. തന്നിഷ്ടങ്ങൾക്കോ തോന്നിവാസങ്ങൾക്കോ അവരുടെ സ്വന്തം ബുദ്ധിക്കോ അനുസരിച്ച് അവർ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകളായിരുന്നിട്ട് കൂടി അവരത് വ്യാഖ്യാനിക്കുകയല്ല, മറിച്ച് അതിന്റെ മുറാദ് എന്താണ്, അള്ളാഹു അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർ മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഖുർആൻ അത് നിരന്തരമായി ഓതുന്ന ശൈലി നമുക്കുണ്ടാവുക. ഖുർആനിൽ നിന്ന് ഒരല്പമെങ്കിലും ഓതാതെ നമ്മുടെ ഒരു ദിവസം കടന്നു പോകരുത്. വെറും ദുനിയാവിന്റെ പിന്നാലെ സഹോദരങ്ങൾ, അത് നമ്മൾ തളർന്നു പോകും. നമുക്ക് അതിൽ ബറക്കത്തില്ല. ഇത് തീർന്നു പോകുന്ന ദുനിയാവാണ്, ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന കാലമാണ്. നിങ്ങൾ കാണുന്നില്ലേ, അതാ വലിയ പണവും അതുപോലെ കച്ചവടത്തിന്റെ അങ്ങേതലക്കലും സാങ്കേതിക തികവിന്റെ അങ്ങേതലക്കലും എത്തിയ ഒരു രാജ്യം, അള്ളാഹു അവരിലേക്ക് ഒരു ലോകത്തെ നിശ്ചയിച്ചപ്പോൾ പരക്കം പായുകയാണ് ആളുകൾ. ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ സ്ഥിതി. ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്ത, നമ്മൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന പലതും ഒട്ടും ഉപകാരം ചെയ്യാത്ത, നെട്ടോട്ടമോടുന്ന, പരക്കം പായുന്ന, വെപ്രാളപ്പെടുന്ന അവസ്ഥയിൽ ദുനിയാവിൽ തന്നെ നമ്മെ ആക്കി തീർക്കാൻ അള്ളാഹ്ക്ക് യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് അവന്റെ കലാം